പ്രിയ ചങ്ങാതിമാരെ, അണിയറയിലെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ ഭാവി എന്ന പൊന്നുമക്കളെ, സോൾസ് കോളിംഗ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം. മിത്തും വിളവും മാനുഷികതയും ഒരു 10 ദിവസത്തെ സുഗന്ധമണിഞ്ഞ തിരശ്ശീലയായി ചേർക്കുന്ന, മതവും ജാതിയും തരണം ചെയ്യുന്ന ഒരു ഉത്സവമായ ഓണത്തിന്റെ ഹൃദയഭാഗത്തേക്ക്. ചിങ്ങമാസത്തിന്റെ തിരുമാനം, ഭദ്രയുടെ പാദഘാതം മണ്ണിനെ ഉറക്കമുണർത്തി. നെല്ലിൻ വയലുകൾക്ക് സ്വർണ്ണക്കിനാവുകൾ കണ്ടു. കാത്തിരിപ്പിന്റെ കൊയ്ത്തുപുതപ്പ് അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയായി മലരുന്ന ഈ സമയം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനുള്ളതാണ്. ഇന്ന് നമ്മൾ ഒരു ഉത്സവത്തിന്റെ ഹൃദയഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു. അതിന്റെ പേര് ഓണം. ഇത് വെറും അവധി ദിവസങ്ങളല്ല, ഇതൊരു ലോഗ് ലൈൻ ആണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് അത് ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും അടിസ്ഥാന സത്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള വരിയാണ്. അതുപോലെ ഓണം നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന സത്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള നമ്മുടെ വാർഷിക ലോഗ് ലൈൻ ആണ്. ഈ ലോഗ് ലൈൻ നമ്മോട് പറയുന്നത് എന്താണ്? അത് നമ്മോട് പറയുന്നത് മിത്തും വിളവും ഒന്നാണെന്നാണ്. മഹാബലി എന്ന രാജാവിന്റെ പുണ്യമിത്ത്, അദ്ദേഹത്തിന്റെ ജനകീയ സ്വപ്നം, അതാണ് ഓണത്തിന്റെ ആത്മാവ്. അതേസമയം നെല്ലിന്റെ പഴുത്ത വിളവ്, ഭൂമിയുടെ ആധാര്യം, അതാണ് ഓണത്തിന്റെ ശരീരം. ഒരു രാജാവിന്റെ ജനകീയതയുടെയും ഭൂമിയുടെ ആധാരത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓണം. അധികാരം എപ്പോഴും ജനത്തിനു വേണ്ടിയായിരിക്കണം എന്നുള്ള ഉപദേശം. ഭൂമി നമുക്ക് നൽകുന്നത് നാം പകരം എന്ത് നൽകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ള പാഠം. ഈ ലോഗ് ലൈൻ നമ്മോട് പറയുന്നത് ഈ ഉത്സവം മാനുഷികതയുടെ പരമോന്നത മൂല്യമാണെന്നാണ്. മഹാബലിയെ വാമനനായി അവതരിച്ച് വിഷ്ണു തലയിലേൽക്കുമ്പോൾ അദ്ദേഹം അയാളെ സത്യലോകത്തിലേക്ക് തള്ളാതെ പാതാളത്തിലേക്ക് തള്ളി. എന്തുകൊണ്ട്? കാരണം ഒരു ശത്രുവിനെ പോലും വിശ്വസിപ്പിക്കാനാവുമെങ്കിൽ അവനോട് കരുണ കാണിക്കണം. അതാണ് യഥാർത്ഥ ശക്തി. അതിനാൽ ഓണം നമ്മോട് പറയുന്നു, നിങ്ങളുടെ ശക്തി കൊണ്ട് അഹങ്കരിക്കരുത്, നിങ്ങളുടെ സമ്പന്നത കൊണ്ട് ഡംഭുകാട്ടരുത്, നിങ്ങളുടെ ജ്ഞാനം കൊണ്ട് ഗർവിക്കരുത്. മറിച്ച് എല്ലാവരോടും, പ്രത്യേകിച്ച് ദുർബലരോടും കരുണ കാണിക്കുക. ഏറ്റവും പ്രധാനമായി ഈ ലോഗ് ലൈൻ നമ്മോട് പറയുന്നത് ഓണം ഒരു 10 ദിവസത്തെ സുഗന്ധമണിഞ്ഞ തിരശ്ശീല ആണെന്നാണ്. ആദ്യം മുതൽ 10ാം ഓണം വരെ ഓരോ ദിവസവും ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. അത്രമാത്രം സമ്പന്നമായ ഒരു ആചാരപരമ്പര. പൂക്കൾ, പൂക്കളമ്പ്, ഓണപ്പാട്ടുകൾ, തിരുവാതിര, ഓണക്കളി, ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സുഗന്ധം ചേർക്കുന്നു. സൗഹാർദ്ദത്തിന്റെ സുഗന്ധം, കുടുംബബന്ധത്തിന്റെ സുഗന്ധം, കലയുടെ സുഗന്ധം, ഭക്തിയുടെ സുഗന്ധം. ഈ 10 ദിവസം നാം നിരൂപണം ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ്. അങ്ങനെ ഈ മിത്തും വിളവും മാനുഷികതയും ചേർന്നാണ് ഓണം. പക്ഷേ ഇതിനെല്ലാമപ്പുറം ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? അതാണ് മതവും ജാതിയും തരണം ചെയ്യുന്നു എന്നത്. ഓണം ഒരു ഹിന്ദു ഉത്സവമാണെങ്കിലും അതിന്റെ കവാടം എല്ലാവർക്കും തുറന്നതാണ്. ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ ഓണപ്പാട്ട് പാടുന്നു. മുസ്ലിം സഹോദരി അവരുടെ വീട്ടിൽ ഓണക്കളി നടത്തുന്നു. ജാതി, മതം, സാമ്പത്തിക ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവരും ഒരേ പുള്ളുവത്തിൽ ഇരുന്ന് ഒരേ സദ്യ ഭക്ഷിക്കുന്നു. ഓണം നമ്മോട് പറയുന്നു, നിങ്ങളുടെ വ്യത്യാസങ്ങൾ ആഘോഷിക്കുക, പക്ഷേ അതിലകപ്പെട്ടു പോകരുത്. നമ്മൾ എല്ലാവരും മനുഷ്യർ ആണെന്ന ഏകീകൃത സത്യം ഓർക്കുക. അതുകൊണ്ടാണ് ഓണം കേരളീയതയുടെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ ഉത്സവമായി മാറിയത്. അതിനാൽ ഈ ഓണം നമുക്കെല്ലാവരും ഈ ലോഗ് ലൈൻ ആയി ബന്ധപ്പെടാം. നമ്മുടെ വേരുകളുമായി, നമ്മുടെ മൂല്യങ്ങളുമായി, പരസ്പരം തമ്മിലുമായി. നമുക്ക് നമ്മുടെ വീടുകൾ അലങ്കരിക്കാം, നമുക്ക് പൂക്കളമ്പ് ഇടാം, നമുക്ക് സദ്യകൾ ഒരുക്കാം.
പക്ഷേ അതേസമയം ഒരു ദരിദ്രനെ ഓർക്കാം, ഒരു ഏകാകിയെ ഓർക്കാം, ഒരു വൈകാരികമായി പട്ടിണി കിടക്കുന്നവനെ ഓർക്കാം. അവരെ നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമാക്കാം. കാരണം അതാണ് ഓണത്തിന്റെ യഥാർത്ഥ ആത്മാവ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം.